മുറപ്പെണ്ണ്. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 69. ഇതാര്? നയനയോ? നീ എന്താ ഇവിടെ? അപ്രതീക്ഷിതമായി അവളെ അവിടെ കണ്ടതിൻ്റെ അമ്പരപ്പിലായിരുന്നു കണ്ണൻ. ഞാൻ ഈ സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ ക്യാഷറായിട്ട് കയറിയിരിക്കുക കണ്ണേട്ട. 2 മാസമായി ജോയിൻ ചെയ്തിട്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ്റെ കടയാണ്, അവളൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. പക്ഷേ അത് കേട്ട കണ്ണൻ്റെ മനസ്സിൽ വല്ലാത്തൊരു നൊമ്പരമായിരുന്നു നിറഞ്ഞു നിന്നത്. പണ്ടും വീട്ടിൽ വരുമ്പോൾ ഇവളോടൊരു വല്ലാത്ത സ്നേഹമായിരുന്നു, അതും നിതയേക്കാൾ കൂടുതൽ. എപ്പോഴും വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കും പെണ്ണ്. ശരിക്കും പറഞ്ഞ ഒരു ഉണ്ടാപ്പി കൊച്ച്. അവളാണിപ്പോൾ മെലിഞ്ഞുണങ്ങി ഒരു പരുവായിട്ടിരിക്കുന്നത്. അവന് വല്ലാത്ത സങ്കടം തോന്നി. ആരും ഇക്കാര്യം പറഞ്ഞില്ലല്ലോ കൊച്ചേ? അവൻ നെറ്റി ചൊളിച്ചുകൊണ്ട് തിരക്കി. പറഞ്ഞില്ല, അത്ര തന്നെ. അല്ലെങ്കിൽ തന്നെ എങ്ങനെയാ നിങ്ങളോടൊക്കെ പറയുക കണ്ണേട്ടാ? നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള അർഹത പോലും എനിക്കില്ല. അതുപോലെയുള്ള പണിയല്ലേ എൻ്റെ ചേച്ചി നിങ്ങളുടെ കുടുംബത്തിനോട് ചെയ്തത്? നയന തല കുനിച്ചു നിന്നു കുറ്റബോധത്തോടെ. ഏയ്, നീത ചെയ്തതിന് നീ എന്തിനാ ഇങ്ങനെ നയനെ തല കുനിച്ച് നിൽക്കുന്നേ? നീ അന്നും ഇന്നും ഞങ്ങളുടെ നയനെക്കൊച്ച് തന്നെയാ കേട്ടോ. അപ്പോഴേക്കും ചുമ്മാ അവളെ അവിടെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ കാറിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ടേക്ക് ചെന്നിരുന്നു. വേദേച്ചി, സുഖാണോ? ചുമ്മുവിനെ കണ്ടത് നയന പൊടുന്നനെ അവളുടെ കൈകൾ കവർന്നു സ്നേഹത്തോടെ. സുഖം, നിനക്കോ? അമ്മ എന്തു പറയുന്നു? ചുമ്മു കുശലം ചോദിച്ചു. അമ്മ എന്തു പറയാനാ ചേച്ചി? ചേച്ചിയുടെ കാര്യം വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും അറിഞ്ഞു. അതുകൊണ്ട് അമ്മ ഇപ്പോൾ നാണക്കേട് കൊണ്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങാറേ ഇല്ല. വീട്ടിൽ അടുപ്പ് പുകയണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ജോലിക്ക് പോകണ്ടേ, അതുകൊണ്ട് ഞാൻ ഇറങ്ങേണ്ടി വന്നു. അതും പറഞ്ഞുകൊണ്ട് നയന പുഞ്ചിരിച്ചു. അപ്പോൾ നിന്റെ പഠിത്തവോ? മാധവൊട്ടൊരു സംശയത്തോടെ തിരക്കി. ഡിഗ്രി പാസ്സായി, PGക്ക് ചേരണമെന്നുണ്ടായിരുന്നു. പക്ഷേ സാഹചര്യം. അവൾ ബാക്കി പറഞ്ഞില്ല. അല്ലെങ്കിൽ തന്നെ അത് വിവരിക്കേണ്ട കാര്യവും ഇല്ലായിരുന്നു. അല്ലാതെ തന്നെ അവളുടെ വീട്ടിലെ അവസ്ഥ കണ്ണനും ചുമ്മുവിനും മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉണ്ടായിരുന്നു. നയനെ, മാനേജർ നിന്നെ വിളിക്കുന്നു. ഷോപ്പിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് ഒരു പെൺകുട്ടി അവളെ വിളിച്ചപ്പോഴാണ് അവരുടെ സംസാരം അവിടെ മുറിഞ്ഞത്. ഞാൻ പൊയ്ക്കോട്ടെ കണ്ണേട്ടാ. ഇങ്ങനെ ഒരുപാട് നേരമൊന്നും വന്ന് നിന്ന് സംസാരിക്കുന്നത് മാനേജറിന് ഇഷ്ടമല്ല. കണ്ണേട്ടനെ കണ്ടപ്പോൾ ഓടി വന്ന് സംസാരിക്കണമെന്ന് തോന്നി. അവൾ അവരോട് പുഞ്ചിരിയോടെ യാത്ര പറഞ്ഞു. നിന്റെ നമ്പർ ഇതാ, ഞാൻ വിളിക്കാം. പോടും തന്നെ ചുമ്മു ഇടയിൽ കയറി പറഞ്ഞു. നയന പറഞ്ഞു കൊടുത്ത നമ്പർ അവൾ ഫോണിൽ അപ്പോൾ തന്നെ നോട്ട് ചെയ്തു. നീ പൊയ്ക്കോ, നിന്നെ ഞാൻ വിളിച്ചോളാം. വേദ നയനയ്ക്ക് ഉറപ്പ് നൽകിയതും അവളൊന്ന് ചിരിച്ചു കാട്ടിയിട്ട് ആ സൂപ്പർ മാർക്കറ്റിനുള്ളിലേക്ക് കയറിപ്പോയി. ആ കുട്ടിക്ക് ഡിഗ്രി ബേസിൽ നമ്മുടെ ഓഫീസിലൊരു ജോലി തരപ്പെടുത്തി കൊടുക്കാൻ പറ്റില്ലേ? നയന പോകുന്നത് നോക്കി നിന്നവൾ പൊടുന്നനെ അടുത്ത് നിന്നവനോട് തുറന്നു ചോദിച്ചു. എല്ലാവർക്കും സമ്മതമാണെങ്കിൽ മാത്രം തരപ്പെടുത്താം. കണ്ണനപ്പോഴേക്കും വണ്ടിയുടെ നേർക്ക് നടന്നിരുന്നു. അതിൻ്റെ അവസ്ഥ വല്ലാത്തതാണ്. നിതയെപ്പോലെ അല്ല അവള്. ഒരു പാവം പെങ്കൊച്ച അത്. അവിടെ ചേച്ചി ചെയ്തതിന് അവളെ ദ്രോഹിക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ. കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്ന ചുമ്മു അവനോട് ഒരു വട്ടം കൂടി പറഞ്ഞു നോക്കി. നിന്റെ അമ്മൂറ്റിയമ്മയുടെ അടുത്ത് ചെന്നൊരു റിക്വസ്റ്റ് ചെയ്ത് നോക്ക്. നീ പറഞ്ഞ മേലെ അടുത്ത് നാരായണിയമ്മ കേൾക്കാതിരിക്കില്ലല്ലോ. വണ്ടി മുന്നോട്ടേക്ക് എടുക്കുന്നതിനിടയിൽ കണ്ണൻ പെണ്ണിനെ ഒന്ന് കണ്ണ് ചിമ്മി കാട്ടി. ഓ, അപ്പോൾ ഞാൻ ചീത്ത കേട്ടോട്ടെ എന്ന് അവൾ പരിഭ്രമിച്ചു. പിന്നെ അല്ലാണ്ട്, ഇതുപോലെ അലിവും സഹതാപവും തോന്നി ഒരു വയ്യാവേലി എടുത്ത് ഞാൻ തലയിൽ വെച്ചോണ്ടാ ഞാൻ ഈ കണ്ട വള്ളിയൊക്കെ പിടിക്കേണ്ടി വന്നത്. അതുകൊണ്ട് ഇക്കാര്യം നീ തന്നെ അങ്ങ് ഹാൻഡിൽ ചെയ്തോ. എനിക്ക് വയ്യ ഇനിയൊരംഗത്തിന്. ചെക്കൻ അവസാനമായി അത്രയും പറഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് നോക്കി വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു. അതേസമയം നയനയെ സഹായിക്കണം എന്നൊരു ചിന്തയിൽ എന്തൊക്കെയോ കാട് കയറി ചിന്തിക്കുകയായിരുന്നു ചുമ്മു അപ്പോൾ. നയനയുടെ പേരിലെങ്കിലും നീ എന്നോടൊന്ന് മിണ്ടിയല്ലോ ചുമ്മുവേ. അവളെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അവനും ഡ്രൈവ് ചെയ്തു. മാധവിൻ്റെ കാർ ഓഫീസിൻ്റെ എൻട്രൻസും കഴിഞ്ഞ് അകത്തേക്ക് കയറിയപ്പോഴാണ് ചുമ്മാ അവനെ പിന്നെ നോക്കിയത് തന്നെ. സമാധാന ചർച്ചയ്ക്ക് ശേഷം ആദ്യമായിട്ട് നീ ഒരു കാര്യം പറഞ്ഞതല്ലേ, അതിനി ഞാൻ കേട്ടില്ലെന്ന് വേണ്ട. പെണ്ണിൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായെന്ന പോലെ കണ്ണനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു.
എന്നിട്ട് വണ്ടി കൊണ്ടുപോയി എൻട്രൻസിന് മുൻപിലായി നിർത്തി. രണ്ടുപേരും ഒരുമിച്ചാണ് ഓഫീസിലേക്ക് കയറി ചെന്നത്. ലിഫ്റ്റിലേക്ക് കയറി 4ാമത്തെ ഫ്ലോർ ബട്ടൺ പ്രസ് ചെയ്തു. അതിൽ നിന്നിറങ്ങി ഓഫീസിലേക്ക് നടക്കുമ്പോൾ പലരും അവരെ നോക്കി വിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ദേവരാജൻ്റെ ക്യാബിനിൽ കയറി ചെന്നപ്പോൾ അവിടെ ശിവദാസും വിപിനും ഉണ്ടായിരുന്നു. ആഹാ, ഇതെന്താ പതിവില്ലാത്തതൊക്കെ? ചുമ്മുവും കണ്ണനും ഒരുമിച്ച് അങ്ങോട്ടേക്ക് കയറി ചെന്നത് കണ്ടിട്ടാവണം അവർ മൂവരും ഒരുപോലെ വാ പൊളിച്ചിരുന്ന് പോയത്. പതിവില്ലാത്തൊക്കെ ഇനി എത്ര കാണാൻ കിടക്കുന്നു. അവർക്കുള്ള കൗണ്ടർ അപ്പോൾ തന്നെ കൊടുത്തിട്ട് കണ്ണനൊരു ചിരിയോടെ അവരുടെ മുമ്പിലായി ചെന്നിരുന്നു. എന്താ കണ്ണ? വിപിൻ പൊടുന്നനെ തിരക്കി. എടാ, അത് നമ്മുടെ നയനയുണ്ടല്ലോ. അവൻ സംസാരിക്കുവാനായി തുടങ്ങി. വരുന്ന വഴിയിൽ നയനയെ കണ്ടുമുട്ടിയപ്പോൾ തൊട്ടുള്ളത്. കണ്ണ, അവളുടെ അമ്മ രമ വീട്ടിൽ വന്നുണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ നീ മറന്നോ? ഒരിക്കൽ ഇവരുടെ ഗതികേട് കൊണ്ട് ഇവിടെ ചേച്ചിക്ക് നമ്മൾ ഉദ്യോഗം കൊടുത്തിട്ടുണ്ടായ പുകിലൊക്കെ അത്ര പെട്ടെന്നങ്ങ് മറക്കാൻ പറ്റുമോ? ശിവദാസൻ പൊടുന്നനെ എടുത്തു ചോദിച്ചു. അതിന് നിത്യയല്ലല്ലോ മാമ നയന, അതൊരു പാവം കുട്ടിയല്ലേ. അതുമല്ല, എത്രയൊക്കെ അവൾ നകറ്റി നിർത്തിയാലും അവർ ദേവകി വല്യമ്മയുടെ ചോരയാണ്. വല്യമ്മ എൻ്റെ കാര്യം ഓർത്ത് നമ്മളോടൊന്നും തുറന്ന് സംസാരിക്കുന്നില്ലെന്നേ ഉള്ളൂ. ആ കുടുംബത്തിൻ്റെ അവസ്ഥയോർത്ത് വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട്. മറുപടി പറഞ്ഞ് ചുമ്മുവായിരുന്നു. അതും ദേവരാജൻ്റെ മുഖത്തെ നിസ്സഹായത നോക്കിക്കൊണ്ട് തന്നെ. നമുക്ക് നോക്കാം. പക്ഷെ കണ്ണ, ഇക്കാരണം കൊണ്ട് നാളെ എൻ്റെ ചുമ്മുവിൻ്റെ ദേഹത്ത് ഒരു നുള്ളു പൂഴിമണ്ണ് പോലും വീഴാൻ ഞാൻ പാടില്ല. ശിവദാസൻ്റെ വാക്കുകൾക്കപ്പോൾ വല്ലാത്തൊരു മൂർച്ചയായിരുന്നു. കാരണം ചുമ്മുവിനെ ഇനി ഒരാപത്തിലേക്കും വിട്ടുകൊടുക്കുവാൻ അവിടെ ഇരിക്കുന്നവർക്ക് ഓർക്കാൻ പോലും പറ്റുന്ന കാര്യമല്ലായിരുന്നു. ഇല്ലച്ചേ, നയനെ വിശ്വസിക്കാം. അതൊരു പാവം കൊച്ച, നീതയെപ്പോലെ അല്ല. വിപിൻ പൊടുന്നനെ ഇടയിൽ കയറി പറഞ്ഞു. അത് കേട്ടതും ചുമ്മുവും കണ്ണനും ആദ്യമായി പരസ്പരം നോക്കി ചിരിച്ചു. നേർമയായി. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ, അടുത്ത പാട്ടുമായിട്ട് വേഗം വരാവേ.